ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ചോറിന് ഒഴിച്ച് കൂട്ടാൻ പറ്റിയ നല്ലൊരു തക്കാളി കറിയാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തേക്കുന്നത്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരുപാട് ചെറുതുമല്ല, എന്നാൽ ഒത്തിരി വലുതുമല്ലാത്ത രീതിയിൽ നമുക്ക് ഇടത്തരം പരുവത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. തക്കാളി എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട കേട്ടോ. മൂത്ത് പോകാത്ത രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 കൈപ്പിടി അളവിലുള്ള ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അത് 2-3 നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് വാടി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് മൂത്ത് പോകണ്ട കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയ ശേഷം പിന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല്, നല്ല മൂത്തൊരു മണം വരുമല്ലോ. ആ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ തക്കാളിയും മസാലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് നേരം വഴറ്റി കൊടുത്ത് ഇത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കാം. അപ്പോൾ കറി കൂട്ടുമ്പം തക്കാളി കഴിക്കാനൊരു ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം വെള്ളം ഒരുപാട് ചേർക്കരുത്, കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ജാറ് കഴുകിയ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഒരു 2-3 തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഒന്ന് തിളയ്ക്കണം, എന്നാലേ തേങ്ങയുടെ പച്ചമണമല്ല അത് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലും വറ്റൽമുളകും കൂടെ താളിച്ചൊഴിക്കാം. അപ്പം നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രുചിയുള്ള കറിയാണ് കേട്ടോ. ഒഴിച്ച് കൂട്ടാൻ ചോറിന് മാത്രമല്ല, അതേപോലെ ചപ്പാത്തിക്കും കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്